വളാഞ്ചേരി നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവാസി സഭ സംഘടിപ്പിച്ചു. CH അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ടൗൺ ഹാളിൽ വെച്ച് നടന്ന പ്രവാസി സഭ നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ എന്ത് വെക്കണം, എന്ത് ഒരു പദ്ധതി ആയിട്ട് വരണം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പരമാവധി സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങൾ പ്രവാസി സംഘടനകളുടെ ഭാരവാഹികളും പൊതുപ്രവർത്തകരുമായ സലാം വളാഞ്ചേരി, ജാഫർ നീറ്റുകാട്ടിൽ, മുഹമ്മദ് അലി, മുസ്തഫ, ഷെയ്ഖ് അബ്ദുള്ള, അബു ത്വാഹിർ, നൌഷാദ് കൊട്ടാരം എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സംരംഭം ആരംഭിക്കുന്നവർക്ക് നിരവധി സംരംഭങ്ങളെക്കുറിച്ചും സബ്സിഡി ലോണുകളെ സംബന്ധിച്ചും വ്യവസായ വകുപ്പിന്റെ RP ജിതിൻ ക്ലാസ് എടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഭാരതീയ ദിവസം കൊണ്ടാടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ലോക മലയാളി കേരള സഭ കൊണ്ടാടുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകമായി നോർക്കയെ പോലുള്ള അല്ലെങ്കിൽ പ്രവാസി ക്ഷേമ ബോർഡ് പോലുള്ള ക്ഷേമനിധി പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു വശത്ത് ഉണ്ടാകുമ്പോഴും എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് യഥാർത്ഥത്തിൽ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്കിടയിലേക്ക് ഇതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും എത്തിപ്പെടാറില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM റിയാസ്, കൗൺസിലർമാരായ EP അച്യുതൻ, സിദ്ദിഖ് ഹാജി കളപ്പുലാൻ, ഹസീന വട്ടോളി, KV ഉണ്ണികൃഷ്ണൻ, സദാനന്ദൻ കൂട്ടീരി, സാജിദ ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.